നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തു. ഭാര്യ സരിതയും ജയസൂര്യയ്ക്കൊപ്പം ഇഡി ഓഫീസിൽ എത്തിയിരുന്നു. രണ്ടുപേരുടെയും ഏറെ നേരം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഇത് രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. ഇലക്ട്രോണിക് വസ്തുക്കൾ ഓൺലൈൻ വഴി ലേലം ചെയ്യുന്ന മൊബൈൽ ആപ്പ് സേവ് ബോക്സ് കമ്പനി പുറത്തിറക്കിയിരുന്നു. കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഉടമ സാഹിദ് റഹീം പലരിൽ നിന്നും വൻതുക തട്ടി എന്നാണ് കേസ്. സിനിമാ താരങ്ങളായ ബന്ധമുള്ള വ്യക്തികളാണ് സാദിഖ് റഹീം. കമ്പനി തയ്യാറാക്കിയ സേഫ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നത്രേ ജയസൂര്യ. 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സേവ് ബോക്സ് ആപ്പ് പ്രചരിച്ചിരുന്നു. ഇലക്ട്രോണിക് വസ്തുക്കൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്യുന്ന ആപ്പായിരുന്നു ഇത്. സിനിമാ താരങ്ങളെ വെച്ച് ആപ്പിന്റെ പ്രചാരണം സാദിഖ് റഹീം നടത്തിയിരുന്നു. ഇതോടെ കൂടുതൽ പ്രചാരണം ലഭിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതിയെ തുടർന്നാണ് സാദിഖ് റഹീമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തത്. പോലീസ് അന്വേഷിച്ചിരുന്ന കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന സംശയത്തെ തുടർന്ന് ഇഡി അന്വേഷിക്കുന്നത്. ബ്രാൻഡ് അംബാസഡർ ആകുന്നതിന് ജയസൂര്യയ്ക്ക് 2 കോടി രൂപ വാഗ്ദാനം നൽകിയിരുന്നത്രേ. കുറച്ചു പണം കൈമാറുകയും ചെയ്തു എന്ന് ഉടമ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഭാര്യ സരിതയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. തുടർന്ന് ഇന്ന് ഭാര്യയെയും വിളിച്ചിരുന്നു. ക്രിസ്മസിന് തൊട്ടുമുമ്പ് ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വ്യക്തത വരുത്താനാണ് ഇന്ന് ഭാര്യയും വിളിപ്പിച്ചത്. ഇതിന് രണ്ടാം തവണയാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത്. ഇനിയും വിളിപ്പിക്കും എന്നാണ് വിവരം. ഓൺലൈൻ ലേലം നടത്തുന്ന സേവ് ബോക്സ് എന്ന കമ്പനി മൊബൈൽ ആപ്പ് വഴിയും ലേലം നടത്തിയിരുന്നു. ലേലത്തിൽ പങ്കെടുക്കലിന് ഡിജിറ്റൽ കോയിൻ കമ്പനി ഇറക്കിയിരുന്നു. ഇത് പണം കൊടുത്ത് വാങ്ങുന്നവർക്കാണ് ലേലത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കമ്പനിയുടെ ഫ്രാഞ്ചൈസിയും ഓഹരിയും വാഗ്ദാനം ചെയ്ത് കോടികളാണ് സാദിഖ് റഹീം കൈവശപ്പെടുത്തി എന്നാണ് ആരോപണം. സാദിഖ് റഹ്മാനെ ഇഡി കസ്റ്റഡിയെടുത്തു. ഇപ്പോൾ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ താരങ്ങൾക്ക് സാദിഖ് റഹീമിന് പണം നൽകിയെന്ന് സംശയമുണ്ട്. അവരെയും ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും.